ഓം നമോ നാരായണായ. ശ്രീരംഗം യാത്രയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ഭാഗം ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അത് കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ ഭഗവാൻ അഭിഷേകത്തിന് എടുക്കുന്ന നദിയായ കൊല്ലിട നദിയെക്കുറിച്ചും ഗോപുരം എല്ലാമാണ് കാണിക്കുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രമാണ് ശ്രീരംഗം ക്ഷേത്രം. 156 ഏക്കറിൽ വിസ്തൃതിയിൽ കിടക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രകാരങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രവുമാണ് ശ്രീരംഗം മഹാവിഷ്ണു ക്ഷേത്രം. ഈ കാണുന്നതാണ് കൊല്ലിട നദി എന്ന് അറിയപ്പെടുന്നത്. ഈ നദിയിൽ നിന്നുള്ള ജലമാണ് ശ്രീരംഗനാഥന് അഭിഷേകം ചെയ്യുന്ന ജലം. വർഷത്തിൽ ഒരിക്കൽ മാത്രം, അതായത് നമ്മുടെ തുലാമാസം, ഇവരുടെ പുരുട്ടാസി മാസം എന്ന് പറയും, ആ മാസത്തിൽ മാത്രമാണ് ശ്രീരംഗനാഥന് കാവേരി നദിയിൽ നിന്നും, ഇതിനപ്പുറമാണ് കാവേരി നദിയിൽ നിന്നും ഭഗവാന് ജലം അഭിഷേകത്തിനും ബാക്കിയുള്ള ആവശ്യത്തിനും കൊണ്ടുപോകുന്നത്. അതിനും പ്രത്യേകതയുണ്ട്. അത് ഭഗവാന്റെ ആനയായിരിക്കും പോയി ജലം എടുത്തുകൊണ്ട് വരുന്നത്. ഈ നദിയിലെ ജലമാണ് എല്ലാ ദിവസവും ഭഗവാന് അഭിഷേകിക്കാൻ അർച്ചകന്മാർ അവിടെ നിന്നും അമ്പലത്തിൽ നിന്നും രാവിലെ വന്ന് കൊണ്ടുപോയി അഭിഷേകാദികളും എല്ലാം നടത്തുന്നത്. ഇപ്പോൾ ഈ നദി വറ്റിയിരിക്കുകയാണ്. പൂർണ്ണമായും വറ്റില്ല. ഈ മഴക്കാലവും കുറച്ച് വർഷം വരുമ്പോഴത്തേക്കും ഈ നദിയിലും നല്ല രീതിയിൽ വെള്ളം കാണും. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ തുളസിമാലകൾ ഇത് സമയത്തും ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് തുളസിമാലകൾ ഭഗവാന് കൊണ്ടർപ്പിക്കാം. ഫലം, പുഷ്പം, തോയം ഇത്യാദികൾ ഭഗവാനെ കാണുമ്പോൾ കൊണ്ടുപോകണമെന്നാണ്. ഈ തുളസിമാല, താമരപ്പൂമാല എല്ലാം അകത്ത് കൊണ്ട് കൊടുക്കുന്നത് വിശേഷ്യ നല്ലതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേരേണ്ട സ്ഥലമാണ് ശ്രീരംഗം ക്ഷേത്രം. ക്ഷേത്രം കാണാൻ തന്നെയുണ്ട്, ഭഗവാനെ തൊഴാനും എല്ലാവരും വന്ന് തൊഴുക. നമ്മളുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് സമയപുരം മാരിയമ്മയാണ്. ഇവിടെ നിന്നും ഒരു 5 കിലോമീറ്റർ മാറിയാണ് സമയപുരത്ത് മാരിയമ്മ. സമയത്ത് വന്നിടുവാൾ എന്നാണ് സമയപുരത്ത് മാരിയമ്മയുടെ പേര് തന്നെ. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുവരേക്കും നമസ്കാരം.